പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ കുവൈറ്റ് സന്ദർശനം തുടങ്ങി. കുവൈറ്റ് അമീർ മെഷാൽ അൽ അഹമ്മദ് അൽ ജബ്ബാർ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. 43 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. മൂലധന നിക്ഷേപത്തിലും പ്രതിരോധ മേഖലയിലും ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ സഹകരണത്തിനുള്ള കരാറുകളിൽ ധാരണയിലെത്തി. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. കിരൺ ബാബു ചേരുന്നു. കിരൺ, ചരിത്രപരമായി തന്നെ ഏറെ പ്രാധാന്യമുള്ള സന്ദർശനമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഐക്യം ശക്തിപ്പെടുന്നത് സ്വാഭാവികമായും മലയാളികളായ പ്രവാസികൾക്കടക്കം വലിയ ആശ്വാസകരമാണ്. എന്താണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന പരിപാടികൾ? സജിത്ത, ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള ബന്ധം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എത്രയോ കാലം മുമ്പേ ഉള്ളതാണ്. ചരിത്രപരമായ ബന്ധമാണ്, വാണിജ്യ ബന്ധമടക്കം ചരിത്രപരമായിട്ടുള്ളതാണ്. പക്ഷേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിച്ചിട്ട് 41 വർഷമാകുന്നു. ഇതിനു മുമ്പ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് കുവൈറ്റിൽ ഒരു ഔദ്യോഗിക സന്ദർശനം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോഴാണ് കുവൈറ്റ് സന്ദർശനം നടക്കുന്നത്. പ്രധാനമായും 2 വിഷയങ്ങളിലാണ് ചർച്ച നടക്കുന്നത്. ഒന്ന്, കൂടുതൽ മൂലധന നിക്ഷേപം ഇരു രാജ്യങ്ങളും പരസ്പരം നടത്തുക, അതിൽ കൂടുതൽ സഹകരണം വരുത്തുക. രണ്ടാമത്തെ വിഷയം പ്രതിരോധ മേഖലയിലെ സഹകരണം എന്നുള്ളതാണ്. ഈ 2 വിഷയങ്ങളിലാണ് കരാറുകളിൽ ഏർപ്പെടാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയും കുവൈറ്റും തമ്മിൽ ബന്ധമെന്ന് പറയുമ്പോൾ അത് ഇന്ത്യ കുവൈറ്റ് ബന്ധത്തിലേക്ക് മാത്രമല്ല, GCC രാജ്യങ്ങളുടെ അധ്യക്ഷ പദവി ഇപ്പോൾ കുവൈറ്റിനാണ്. അതുകൊണ്ട് തന്നെ GCC മേഖലയുമായി ഇന്ത്യക്ക് വലിയ തരത്തിലുള്ള വാണിജ്യ ബന്ധമുള്ള ഒരു രാജ്യം കൂടിയാണ്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വാണിജ്യ ബന്ധമാണ് ഈ രാജ്യങ്ങളുമായിട്ട് ഓരോ വർഷവും ഉള്ളത്. ഇത് വർദ്ധിപ്പിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചും GCC രാജ്യങ്ങളെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടി ഒരു പ്രാധാന്യം, വാണിജ്യപരമായ ഒരു പ്രാധാന്യം കൂടി ഈ സന്ദർശനത്തിലുണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു വിഭാഗം ഇന്ത്യക്കാർ ജീവിക്കുന്ന ഒരു നാട് കൂടിയാണ് കുവൈറ്റ്. പ്രത്യേകിച്ച് മലയാളികൾ, ഇന്ത്യക്കാരിൽ തന്നെ വലിയൊരു വിഭാഗം മലയാളികളാണ്. അത്തരം മലയാളികളും ഇന്ത്യക്കാരെ ആളുകളുമായി പ്രധാനമന്ത്രി ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴും അവിടുത്തെ ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇവിടെയും അങ്ങനെ ഇന്ത്യൻ സമൂഹവുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അവിടുത്തെ ഒരു ലേബർ ക്യാമ്പും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ഇന്നും നാളെയുമായിട്ടാണ് സന്ദർശനം. ഇന്ത്യ കുവൈറ്റ് ബന്ധവും ഇന്ത്യ GCC രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധവും കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാനും വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം. ഇരു രാജ്യങ്ങൾക്കിടയിലുമുള്ള ബന്ധം ശക്തിപ്പെടുക സ്വാഭാവികമായും പ്രവാസികൾക്കടക്കം വലിയ ആശ്വാസകരമാണ്.